മോർണിംഗ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ പറയുന്നത്? നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് LD ക്ലർക്ക് സിലബസിലുള്ള സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തിലെ RTI ആക്ട് ആണ്. വിവരാവകാശ നിയമം സുപ്രധാന നിയമങ്ങളിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ്. ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നുണ്ടോ? ഐ മീൻ നോട്ട് കാണുന്നുണ്ടോ? വിവരാവകാശ നിയമം എന്ന് തുടങ്ങുന്ന നോട്ട് കാണുന്നുണ്ടോ? ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വോയിസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് വിവരാവകാശ നിയമമാണ്. എന്ന് വെച്ചാൽ സുപ്രധാന നിയമങ്ങളിലെ ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള RTI ആക്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് വിവരാവകാശ നിയമം സ്റ്റാർട്ട് ചെയ്യാം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അപ്പോ വിവരാവകാശ നിയമത്തിന്റെ ഒരു വിശേഷണം എന്താണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്ന നിയമം ഏത്? വിവരാവകാശ നിയമം. ഇനി ഈ വിവരാവകാശ നിയമം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കൊരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടണം? വിവരങ്ങൾ ലഭിക്കാൻ നമ്മുടെ അവകാശമാണ് എന്ത്? അതിന് നമുക്ക് ഉറപ്പ് നൽകുന്ന അവകാശമാണ് വിവരാവകാശ നിയമം. ഇത്തരത്തില് ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ഇനി ഈ 2005 വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. എന്താണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് വിവരാവകാശ നിയമത്തിന്റെ ഒരു വിശേഷണമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് അല്ലെ. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് എന്ത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ് മുതൽ വിവരാവകാശ നിയമം നമുക്ക് നിയമം ഡൗൺലോഡ് ചെയ്ത് അതിലെ ഓരോ സെക്ഷൻസുമായിട്ടും പഠിക്കണം. നമുക്ക് എക്സാമിന് ഇനി ഇതുവരെ സെക്ഷൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ഇനി അത് ചോദിക്കായികയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് അതിൽ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ആ ചാപ്റ്റേഴ്സ് ഓരോ ചാപ്റ്റേഴ്സ് 6 ചാപ്റ്റേഴ്സ് വിവരാവകാശ നിയമത്തിലുണ്ട്. അപ്പൊ അതിലെ ഓരോ ചാപ്റ്റേഴ്സിലും ഒരു പർട്ടിക്കുലർ ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്, ആക്ടുകൾ സെക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിവരാവകാശ നിയമം ഇതിൽ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും വിവരാവകാശ നിയമം കംപ്ലീറ്റ് ചെയ്യാൻ 2 ക്ലാസ് വേണ്ടി വരും.
അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമാണ് സ്വീഡൻ. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇനി വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാലും വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാലും രാജസ്ഥാനാണ്. എന്നാൽ ഇതിന്റെ മുൻപ് തന്നെ തദ്ദേശീയമായിട്ട് തമിഴ്നാട് എന്ത് ചെയ്തിരുന്നു? വിവരാവകാശ നിയമം പാസ്സാക്കിയിരുന്നു. അത് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ പാസ്സാക്കിയ ഒരു നിയമമായിരുന്നില്ല. അവര് തമിഴ്നാട്ടിൽ തദ്ദേശീയമായി പാസ്സാക്കിയ നിയമം ബേസ് ചെയ്തുകൊണ്ട് അവിടെ വിവരാവകാശ നിയമം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തദ്ദേശീയമായിട്ട് പാസ്സാക്കിയ നമ്മുടെ 2005 നിയമമല്ല, അതല്ലാതെ തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വർഷം 1997. ഇനി 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇനി വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായിട്ടുള്ള സംഘടനയാണ് മസൂർ കിസാൻ ശക്തി സംഘടന. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. SCRT ഫാക്ട് ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായിട്ടുള്ള സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഈ സംഘടന സ്ഥാപിച്ചത് അരുണ റോയ് ആണ്. അരുണ റോയും ശങ്കർ സിംഗും നിഖിൽ ഡേ. അങ്ങനെ അരുണ റോയ്, അതേപോലെ ശങ്കർ സിംഗ്, നിഖിൽ ഡേ, അങ്ങനെ 3 പേര് ചേർന്നിട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചതിൽ പ്രധാനപ്പെട്ട പേരാണ് അരുണ റോയ്. മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപക എന്നറിയപ്പെടുന്നത് അരുണ റോയ് ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഷാഹിദ് റാസ ബർണോയ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വിവരാവകാശ നിയമത്തിന് അപേക്ഷ കൊടുത്ത വ്യക്തിയാണ് ഷാഹിദ് റാസ ബർണോയ്. എവിടെയാണ് അപേക്ഷ നൽകിയതെന്ന് ചോദിച്ചാൽ പൂനെ പോലീസ് സ്റ്റേഷനിലാണ്. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നൽകിയത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ടതാണ് വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം. അധ്യായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ്. വിവരാവകാശ നിയമത്തിലെ ചാപ്റ്റേഴ്സുകളുടെ എണ്ണം 6 ആണ്. 6 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. അതില് ആദ്യ അധ്യായം എന്താ പറയുന്നത്? പ്രിലിമിനറി. അതായത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് വിവരാവകാശ നിയമത്തിന്റെ ഡെഫിനീഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഡെഫിനീഷനാണ് പ്രാരംഭികം എന്ന ഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അധ്യായം 1 നമ്മൾ മനസ്സിലാക്കാതെ എന്താ? പ്രിലിമിനറി ആണ്. എന്നാൽ അധ്യായം 2 എന്താ പറയുന്നത്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളും. അപ്പൊ എന്തുണ്ട്? ഏതൊരു വ്യക്തിക്കും, ഒരു ഇന്ത്യൻ പൗരനും വിവരാവകാശ നിയമപ്രകാരം അവകാശമുണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പൊതു അധികാര സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകാനുള്ള കടമയുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യായം 2 പറയുന്നത് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. അധ്യായം 1 പ്രിലിമിനറി, അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. ഇനി അധ്യായം 3 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഈ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷനും ഉണ്ട്, അതേപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഉണ്ട്. നമുക്ക് വിവരങ്ങൾ നൽകിയിട്ട് നമുക്ക് അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട്. കൃത്യമായ വിവരം ഒന്നും ലഭിച്ചിട്ടില്ല, വിവരം ലഭിക്കാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യം 30 ദിവസത്തിനുള്ളിൽ 1ാം അപ്പീലും 90 ദിവസത്തിനുള്ളിൽ 2ാം അപ്പീൽ പോകാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഇതിൽ 2ാം അപ്പീൽ നമ്മൾ സമർപ്പിക്കുക വിവരാവകാശ കമ്മീഷനാണ്. അപ്പോ ഇത്തരത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും എന്ത് ചെയ്യണം? കൃത്യമായി വിവരാവകാശ നിയമത്തിനുള്ള മറുപടി നൽകണം. ഇതിനെ എല്ലാം മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് എന്ത്? കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാനങ്ങളിലാണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും. അപ്പൊ എന്ത് നമ്മൾ പഠിച്ചത്? വിവരാവകാശ നിയമത്തിലെ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 1ാമത്തെ ചാപ്റ്റർ പറയുന്നത് പ്രാരംഭികം അഥവാ പ്രിലിമിനറി. ചാപ്റ്റർ 2 പറയുന്നത് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. ഇനി ഈ അധികാര സ്ഥാപനങ്ങളുടെ കടമകൾ എന്ന് പറയുമ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ ആര് വേണം? കേന്ദ്ര വിവരാവകാശ കമ്മീഷനും വേണം. സംസ്ഥാനങ്ങളിലാണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും വേണം.
അപ്പൊ അതുകൊണ്ട് തന്നെ അധ്യായം 3 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അധ്യായം 4 പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. ഇനി അധ്യായം 5 പറയുന്നത് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളുമാണ്. അപ്പോ ഈ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുള്ള വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങളെയും ചുമതലകളെയും അതുപോലെ അപ്പീലുകളെയും പിഴകളെയും കുറിച്ച് പറയുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ വിവരം നൽകാൻ വിട്ടുപോകുന്ന ഉദ്യോഗസ്ഥർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പിഴകൾ ചുമത്തുന്നുണ്ട്. 250 രൂപയിൽ തുടങ്ങി മാക്സിമം 25,000 രൂപയിൽ വരെ എത്തുന്ന പിഴകളുണ്ട്. അപ്പൊ അതും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അപ്പീലുകളും പിന്നെ ഇതിന്റെ കൃത്യമായ അധികാരങ്ങളും ചുമതലകളും ആർക്കുണ്ട്? കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളിലുണ്ട്. അധ്യായം 5 പറയുന്നത് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളും. ഇനി അധ്യായം 6 പറയുന്നത് മിസൽനേനിയസ് ആണ്, പലവക. ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് അധ്യായം 6. അപ്പൊ വിവരാവകാശ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം 6. അധ്യായം 1 പ്രിലിമിനറി അഥവാ പ്രാരംഭികം. അധ്യായം 2 പറയുന്നത് എന്താണ്? വിവരത്തിനുള്ള അവകാശം. ഏതൊരു ഇന്ത്യൻ പൗരനും വിവരത്തിനുള്ള അവകാശമുണ്ട്. അതുപോലെ പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും അതിനെ കുറിച്ച് പറയുന്നതാണ് എന്താ? അധ്യായം 2. ഇനി എന്താ? അധ്യായം 3 ആണെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അധ്യായം 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളും. അധ്യായം 6 പലവക മറ്റു കാര്യങ്ങൾ. ഇനി വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 31 വകുപ്പാണുള്ളത്. എത്രയാണ്? എത്ര സെക്ഷൻസ് ഉണ്ട്? നമ്മൾ ആർട്ടിക്കിൾ, അനുച്ഛേദം എന്നൊക്കെ പറയാ ഭരണഘടനാ ഭാഗത്താണ്. നമ്മൾ ഇതുപോലെയുള്ള നിയമങ്ങൾ പഠിക്കുമ്പോൾ സെഷൻസ് അഥവാ വകുപ്പുകൾ എന്ന് പറയാം. വിവരാവകാശ നിയമത്തിലെ സെഷൻസ് എത്ര എണ്ണം ഉണ്ട്? 31 സെഷൻസ് ആണ് നമുക്കുള്ളത്. ഇനി ആകെ ചാപ്റ്റേഴ്സ് എത്രയാണ് വിവരാവകാശ നിയമത്തില്? 6 ചാപ്റ്റേഴ്സും അതുപോലെ ആകെ 31 സെഷൻസും ഉള്ളത്. ഇനി അതുപോലെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കാനുള്ളതാണ് എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് വിവരാവകാശ നിയമത്തിൽ, എത്ര പട്ടികകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 2 പട്ടികകളാണ് വിവരാവകാശ നിയമത്തിൽ ഉള്ളത്. നമുക്ക് എടുത്തവരൊന്നും കൂടി വായിക്കാം. വിവരാവകാശ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ പൗരനും ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാല് അവർ കൊടുക്കുന്ന വിവരത്തിനുള്ള കൃത്യമായ ഒരു മറുപടി ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അതിൽ ചില സ്ഥാപനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അത് നമുക്ക് പറയാം. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം ഏതൊരു പൗരനും ഉണ്ട്. അത് കൊടുക്കാനുള്ള അധികാരം ആർക്കും ഉണ്ട്? ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഉണ്ട്. വിവരാവകാശ നിയമം എന്നറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഇത്തരത്തിൽ ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ഈ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം പ്രാദേശികമായിട്ട് 1997 തമിഴ്നാട് പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാടിന്റെ പോലെ തന്നെ ആ ഒരു ടൈമില് ഫസ്റ്റ് തമിഴ്നാടാണ് പാസ്സാക്കിയത്. എന്നാലും 1997 തന്നെ പ്രാദേശികമായിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ. ഫസ്റ്റ് തമിഴ്നാട് 1997 പാസ്സാക്കി. അതേ വർഷം തന്നെ ഗോവയും തദ്ദേശീയമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കേണ്ടത് കഴിഞ്ഞിട്ട് രാജസ്ഥാനും കർണാടകയും ഡൽഹി, അസം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ തദ്ദേശീയമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയിരുന്നത്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു. പിന്നീടാണ് 2005 മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തത്? ഇന്ത്യയിൽ മൊത്തം വിവരാവകാശ നിയമം പാസ്സാക്കുകയും അതിന്റെ ഭാഗമായി 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇനി വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപക അരുണ റായ്. മറ്റു രണ്ടുപേര് ശങ്കർ സിംഗും നിഖിൽ ഡേയും ആണ്. പ്രധാനപ്പെട്ട പേര് അരുണ റോയ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർണൈ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ വിവരാവകാശ അപേക്ഷ നൽകിയത്. നമ്മൾ പഠിച്ചത് വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6 അധ്യായങ്ങളുണ്ട്. 6 ചാപ്റ്റേഴ്സ് ഉണ്ട്.
അതിൽ ഓരോ ചാപ്റ്ററിലും എന്താ പറയുന്നത്? അധ്യായം 1 പ്രാരംഭികം അഥവാ പ്രിലിമിനറി, അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. ഇനി ഇത്തരത്തിൽ അധികാര സ്ഥാപനങ്ങളുടെ കടമകൾ എന്ന് പറയുമ്പോൾ ഈ എല്ലാ അധികാര സ്ഥാനങ്ങളും കൃത്യമായ കടമകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് എന്തുണ്ട്? കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും വിവരാവകാശ കമ്മീഷനുകളുണ്ട്. അധ്യായം 3 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും അധ്യായം 4 പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമാണ്. അധ്യായം 5 പറയുന്നത് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളെയും കുറിച്ചിട്ടാണ്. അധ്യായം 6 മിസൽനേനിയസ്. വിവരാവകാശ നിയമത്തിൽ എത്ര സെഷൻസ് ഉണ്ട്? 31 സെഷൻസും 2 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞതൊക്കെ? നമുക്കിപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അത് കൂടാതെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ വിവരാവകാശ നിയമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓരോ സെഷൻസ് ആയിട്ട്, എല്ലാ സെഷൻസും ഒന്നും പഠിക്കണ്ട, എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് സെഷൻസ് നമുക്ക് പഠിക്കണം. അപ്പൊ ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. സ്പീഡ് കൂടുതലാണ്. ഓക്കെ, സോ ഞാൻ അത്യാവശ്യം ഇത് വിവരാവകാശം നമുക്ക് പറയാനുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്. അപ്പൊ നമുക്ക് സ്പീഡ് കുറയ്ക്കാം. അപ്പൊ നമുക്ക് അടുത്തത് പറയാനുള്ളത് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. എന്തിനാണ് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്ട്രെസ് ചെയ്തൊന്നും കൂടി പറയാം. വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങള്? പൊതു അധികാരികളുടെ പബ്ലിക് അതോറിറ്റീസിന്റെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. നമുക്കൊരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാല് വിവരങ്ങൾ എന്ത് ചെയ്യണം? നിർബാധം ലഭ്യമാക്കുക. അവർക്കൊരു പൗരന്മാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൃത്യമായ വിവരങ്ങൾ എന്ത് ചെയ്യുക? അവർക്ക് ലഭ്യമാക്കുക. അതാണ് ഒന്നാമത്തെ പ്രധാന ലക്ഷ്യം. ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. അപ്പൊ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സുതാര്യതയും ഉത്തരവാദിത്വവും ഇതിലൂടെ, ഈ ഒരു വിവരാവകാശ നിയമത്തിലൂടെ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഈ ഒരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. ഈ സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക. സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നത് അതിലൂടെയാണ്. ലഭ്യമായ സാമ്പത്തിക ഉറവിടങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക. ഇനി അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്നുകൂടി വായിക്കാം. പൊതു അധികാരികളുടെ പബ്ലിക് അതോറിറ്റീസിന്റെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക. ലഭ്യമായ സാമ്പത്തിക ഉറവിടങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. ഇത് നമുക്ക് ഇതൊന്നും സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കില്ല. എന്താ ലക്ഷ്യങ്ങൾ എന്താന്ന് നമുക്ക് നിയമം പഠിക്കുമ്പോൾ ഒന്നും സൂചിപ്പിച്ചു എന്ന് മാത്രം. വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതു സ്ഥാപനത്തിന്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുക. നമ്മളിപ്പോ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവര് പരിശോധിക്കുക എന്തൊക്കെയാണ്? പ്രമാണങ്ങളും രേഖകളൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മറുപടി നൽകുക. അപ്പൊ അതൊക്കെ പരിശോധിക്കുക. അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, കുറിപ്പെടുക്കുക. സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കുക. കമ്പ്യൂട്ടറിലോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ പ്രിന്റ് ഔട്ടുകൾ, ഫ്ലോപ്പികൾ, ഡിസ്കുകൾ, ടാപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവ പകർത്തിയെടുക്കുക. അപ്പൊ നമ്മൾ ഈ വിവരാവകാശ നിയമപ്രകാരം കോർട്ട് ഓഫ് സ്റ്റാമ്പ്
രൂപ പോർട്ടുഗീസ് സ്റ്റാമ്പുള്ള നമ്മൾ അതടക്കം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? വിവരാവകാശ നിയമത്തിന് കൃത്യമായി മറുപടി ലഭിക്കും. നമുക്ക് എന്ത് ചെയ്യണം? ചിലപ്പോൾ എന്തെങ്കിലും ഫ്ലോപ്പി ഡിസ്കിൽ ലഭിക്കാം. പിന്നെ നമുക്ക് വിവരം നേരിട്ടിട്ട് ചോദിക്കാം. അപ്പൊ അതിന് ആദ്യത്തെ 1 മണിക്കൂറിന് ഫീസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഫീസ് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെ ലഭിക്കുന്നു എന്നുള്ള രീതിയാണ് ഇതിൽ പറഞ്ഞത്. കമ്പ്യൂട്ടറിലോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ, പ്രിന്റ് ഔട്ടുകൾ, ഫ്ലോപ്പികൾ, ഡിസ്കുകൾ, ടാപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവ പകർത്തിയെടുക്കുക. പിന്നെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുക. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യം പഠിക്കുന്നത് വിവരാവകാശ നിയമം 2005 ലോകസഭ രാജ്യസഭ. നമുക്കറിയാം എന്താണ് ഒരു നിയമം വരണമെങ്കിൽ എന്ത് വേണം? അതിൽ ലോകസഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം. രാജ്യസഭ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ് രാജ്യസഭ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി ഒപ്പുവെക്കണം അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചു ഈ പുതിയ പാർലമെന്റ് വന്നപ്പോ പുതിയ പാർലമെന്റിൽ ആദ്യം പാസ്സാക്കിയ നിയമമാണ് നാരി ശക്തി വന്ദൻ നിയമം. ഈ നാരി ശക്തി വന്ദൻ നിയമം 2023 സെപ്റ്റംബർ 20 ലോകസഭ പാസ്സാക്കി. രാജ്യസഭ 2023 സെപ്റ്റംബർ 21 പാസ്സാക്കി. പക്ഷെ നമ്മുടെ രാജ്യസഭ ചെയർമാൻ ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28 പിന്നീട് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 29. അപ്പൊ അങ്ങനെ പാസ്സാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളും ആ നിയമത്തെ അനുകൂലിച്ച് പാസ്സാക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിവരാവകാശ നിയമം 2005 പ്രധാനപ്പെട്ട നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോ സ്പീഡ് കൂടുതലുണ്ടോ? ഒന്ന് പറയോ കമന്റില്. മീൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് എന്താണ് നിയമം എന്ന് മനസ്സിലാക്കാനാണ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനുള്ള ഈ ഒരു നിയമത്തിലൂടെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ നിയമത്തിലൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് വിവരാവകാശ നിയമം 2005 പോവാം. ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11 പാസ്സാക്കിയത് 2005 മെയ് 11 ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11 അപ്പൊ ഡേറ്റ് പഠിക്കുക. എന്താണ് ലോകസഭ പാസ്സാക്കിയത്? 2005 മെയ് 11 തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭ പാസ്സാക്കി. രാജ്യസഭ പാസ്സാക്കിയത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമമാണ് അവിടെ രാജ്യസഭ. അതുകൊണ്ടാണ് ആ പേരെന്തായത്? നമ്മുടെ പേരെന്താ വിശേഷണം? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് അല്ലെ? സൂര്യ തേജസ് എന്ന് ആ ഒരു വിശേഷണം വരാൻ കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അപ്പോ വിവരാവകാശ നിയമം നമ്മൾ പറഞ്ഞു തദ്ദേശീയമായിട്ട് കുറെ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാസ്സാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് നോക്കും. കാരണം സെഷൻസ് നോക്കണ്ടേ. അപ്പൊ ആ ടൈമിൽ ഞാൻ ആ ഒരു ഭാഗം കൂടി കൊടുക്കാം. തമിഴ്നാട്, ഗോവ 1997 പാസ്സാക്കി, രാജസ്ഥാൻ അതുപോലെ കർണാടക 2000 പാസ്സാക്കി, ഡൽഹി 2001, അസം 2002, മഹാരാഷ്ട്ര 2002, മധ്യപ്രദേശ് 2004, ജമ്മു കാശ്മീർ 2004 പാസ്സാക്കി എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇപ്പോ നമുക്ക് സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിവരാവകാശ നിയമം 2005 ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11, രാജ്യസഭയാണെങ്കിൽ മെയ് 12 തൊട്ടടുത്ത ദിവസം പാസ്സാക്കി. പ്രസിഡന്റ് ഒപ്പുവെച്ചത് നമ്മൾ പ്രസിഡന്റ് അയച്ചു കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചത് തൊട്ടടുത്ത മാസമാണ് 2005 ജൂൺ 15. അപ്പൊ ഇതിലെല്ലാ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 2005 ജൂൺ 21. ഇത് പ്രകാരം വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അപ്പൊ ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11, ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11, രാജ്യസഭ 2005 മെയ് 12, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. ഇത് പ്രകാരം ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. ഈ നിയമം പബ്ലിഷ് ചെയ്തത് 2005 ജൂൺ 21. നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇത്രയും ക്ലിയർ അല്ലേ? ഈ ഡേറ്റ് ക്ലിയർ അല്ലേ? മെയ് 11, 12, ജൂൺ 15, ജൂൺ 21, ഒക്ടോബർ 12. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിലവിൽ വന്നതാണ് 2005 ഒക്ടോബർ 12. ഇനി പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 57ാമത്തെ രാജ്യമാണ് ഇന്ത്യ.
പക്ഷെ PSCയുടെ ഉത്തരം 55ആണ്. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഓപ്ഷനിൽ 55 ഇല്ലെങ്കിൽ 57 തന്നെ മാർക്ക് ചെയ്യുക. പക്ഷെ PSC ആൻസർ എന്താണ്? 55ആണ്. ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷനിലൂടെ പൗരത്വം ലഭിക്കാൻ 7 വർഷം വേണം. പക്ഷെ PSC ആൻസർ 5 വർഷമാണ്. അപ്പൊ അത് പറയുന്ന പോലെ തന്നെ അപ്പൊ നമുക്ക് ഒരു കണക്ഷൻ ഇതിൽ കിട്ടും. എന്താണ്? അവിടെ ഒരു 7 വർഷമാണ് ആക്ച്വൽ ആൻസർ, പക്ഷെ 5 വർഷമാണ് PSCയുടെ ആൻസർ. അത് പറയുന്ന പോലെ തന്നെ പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 57ാമത്തെ, അപ്പൊ 7ആണ് അവിടെ വരേണ്ടത്, അല്ല 57ാമത്തെ രാജ്യമായിട്ടാണ് വരേണ്ടത്. പക്ഷെ അവിടെ നമ്മുടെ PSCയുടെ ആൻസർ എന്താ? 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നാണ് PSC ആൻസർ കൊടുത്തത്. ഇനി വിവരാവകാശ നിയമപ്രകാരം എത്ര പട്ടികകളാണുള്ളത്? വിവരാവകാശ നിയമത്തിൽ 2 പട്ടികകളാണ് പറഞ്ഞത്, 2 ഷെഡ്യൂളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞ, ഓത്തിനെ കുറിച്ചാണ് പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം 2 പട്ടികകളുണ്ട്, 2 ഷെഡ്യൂൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറിൽ ഒരു കമ്മീഷണറും 10ൽ കുറയാത്ത കമ്മീഷണർമാരും ഉണ്ട്. ഇതാണ് എന്താ വ്യവസ്ഥ, അങ്ങനെയാണ്. അപ്പൊ അത് പ്രകാരം എന്തുണ്ടാവും? നമ്മുടെ കേന്ദ്രം മിനിമം ആണ്, 10ൽ കുറയാത്ത അംഗങ്ങൾ വേണം. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിലും എന്ത് 10ൽ കുറയാത്ത അംഗങ്ങൾ വേണം തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരള സർക്കാർ തീരുമാനിച്ച എന്താണ്? ഇപ്പൊ നിലവിൽ 6 അംഗങ്ങളാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനിലുള്ളത്. വിവരാവകാശ നിയമപ്രകാരം 2 പട്ടികകളുണ്ട്, 2 ഷെഡ്യൂളുകളുണ്ട്. ഒന്നാം പട്ടികയിൽ പറയുന്നത് സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്. കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് ഒന്നാം പട്ടികയിൽ പറയുന്നത്. ഇനി രണ്ടാം പട്ടികയിൽ പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തരാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ വിവരങ്ങളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റില്ല, നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അതൊക്കെ ആ നിയമമൊക്കെ എന്ത് ചെയ്യും? റദ്ദ് ചെയ്യപ്പെടുക ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വിവരങ്ങൾ ചോദിക്കാൻ, വിവരങ്ങൾ അറിയാൻ പാടില്ലാത്ത കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെ സ്ഥാപനങ്ങളെയാണ് വിവരങ്ങൾ നിഷേധിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അതിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? രണ്ടാം പട്ടികയിൽ പറയുന്നത്. ഇനി ഇത് ഒഴിവാക്കിയിട്ടുള്ള ചില സ്ഥാപനങ്ങളുടെ ഉദാഹരണമാണ്. ഒന്ന് ഇന്റലിജൻസ് ബ്യൂറോ. ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇപ്പൊ ഈ ഒരു പട്ടിക പറയുന്നതുകൊണ്ട് എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഉദാഹരണം ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ അസം റൈഫിൾസ്, ശാസ്ത്ര സീമാബൽ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. അപ്പൊ എക്സാമ്പിൾ ഏകദേശം മനസ്സിലായല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള സംഘടനകൾക്ക്, അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കൺട്രോളിലുള്ള സംഘടനകൾക്കും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സുരക്ഷാ സംഘടനകളുണ്ട്, അതൊന്നും എന്ത് വരില്ല, ഈ ഒരു വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് സെഷൻസ് പഠിക്കുമ്പോൾ പഠിക്കാൻ, എന്നാലൊന്നും ഈ രണ്ടാം പട്ടിക എന്ന് പറയുമ്പോൾ പറഞ്ഞു മാത്രം എന്താണ് ഏതൊക്കെ സ്ഥാപനങ്ങളെ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 24. രണ്ടാം പട്ടികയാണല്ലോ, അതിന്റെ കൂടെ ഒരു 4 കൂടെ ചേർത്ത് കൊടുക്കുക. വകുപ്പാണ് സെഷൻ 24 ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കും. പട്ടിക ചോദിച്ച രണ്ടാം പട്ടിക, സെഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 24. നമുക്ക് ഒന്നുകൂടി പറയാം. 2005 വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് 2005 മെയ് 11 രാജ്യസഭ പാസാക്കി, രാജ്യാന്തര എന്നതിൽ കൊടുത്തിട്ടുള്ളത്. രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15 ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് 2005 ജൂൺ 21, നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 57ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പക്ഷെ PSC ആൻസർ 55. വിവരാവകാശ നിയമപ്രകാരം
രണ്ട് പട്ടികകളുണ്ട്, രണ്ട് ഷെഡ്യൂളുകളുണ്ട്. ഒന്നാം പട്ടികയിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും സത്യപ്രതിജ്ഞ. രണ്ടാം പട്ടികയിൽ പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു. അത് വകുപ്പ് എന്ന സെഷൻ ആണെങ്കിൽ 24 നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ അസം റൈഫിൾസ്, സെക്യൂരിറ്റി കൗൺസിൽ, അങ്ങനെയൊക്കെ. അപ്പൊ ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതിൽ ഒരാൾ മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ, ആതിര. ബാക്കിയുള്ളവര് ഒന്ന് പറയൂ, ഇങ്ങനെ ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി പ്രധാന നിർവചനങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്താണ് നോക്കിയാൽ മതി. സമുചിത സർക്കാർ പ്രധാന നിർവചനങ്ങളാണ് പറയുന്നത്. ഒരു പൊതു അധികാര സ്ഥാനത്തെ സംബന്ധിച്ച് അത് സ്ഥാപിച്ചിട്ടുള്ളതോ രൂപീകരിച്ചിട്ടുള്ളതോ ഉടമസ്ഥതയിൽ ഉള്ളതോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ഫണ്ടിനാൽ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിനാലോ കേന്ദ്രഭരണ പ്രദേശത്തിനാലോ ആണെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിലാണെങ്കിൽ സംസ്ഥാന സർക്കാരും എന്നർത്ഥമാക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തുണ്ട്? കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എന്തുണ്ട്? ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കേണ്ടത്? വിവരങ്ങൾ ലഭിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ എന്തുണ്ട്? സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ സമുചിത സർക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്തിട്ട് കേന്ദ്ര സർക്കാരുണ്ട്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വിവരം കയ്യെഴുത്തു പ്രതികൾ അടക്കമുള്ള രേഖകൾ നമുക്ക് എഴുതി കൊടുക്കുന്ന വിവരം ആവാം. പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, പ്രസ് റിലീസുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ എന്നിവയിൽ വിവരം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഒരു വിവരം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ആ വിവരം നമ്മൾ പേപ്പറിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇത്തരത്തിലുള്ള എല്ലാതും എന്ത് തന്നെയാണ്? വിവരങ്ങൾ തന്നെയാണ്. നമുക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല, നമ്മൾ ജസ്റ്റ് വായിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആയത് നമുക്ക് എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പറയാം. അടുത്ത വിവരാവകാശം. രേഖകളും ജോലികളും പരിശോധിക്കാനും പകർപ്പുകളും സാമ്പിളുകളും എടുക്കുവാനും ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള അവകാശം. ഇത്തരത്തിൽ എന്തുണ്ട്? ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ എന്തുണ്ട്? ഇത്തരത്തിൽ വിവരങ്ങൾ സൂക്ഷിക്കാൻ അത് എന്ത് ചെയ്യണം? ഇങ്ങനെ എന്തായിട്ട് മാത്രമല്ല, കയ്യെഴുത്ത് പ്രതികളോ അല്ലെങ്കിൽ രേഖകളോ ആയിട്ട് മാത്രമല്ല, ഇലക്ട്രോണിക് മാധ്യമത്തിൽ ഇപ്പൊ എല്ലാം ഇലക്ട്രോണിക്സിഡ് ആണ്. ഈ ഗവേണൻസ് വന്നതോടെ ഇപ്പൊ ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവകാശമാണ് വിവരാവകാശം. വിവരം ശേഖരിക്കാനുള്ള അവകാശം, അതാണ് വിവരാവകാശം. ഇനി പൊതു അധികാരി. ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാരികളാണ്. ഇത് വിവരാവകാശ നിയമം ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിൽ കോപ്പി പേസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഓരോ വിവരാവകാശ നിയമമാണെങ്കിലും ഇനിയിപ്പോ നമ്മൾ പഠിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ അവകാശ നിയമമാണെങ്കിൽ എല്ലാം എന്ത് ചെയ്യണം? നിയമത്തിലുള്ള കാര്യങ്ങൾ വായിക്കണം. അപ്പൊ അതായിരിക്കും സ്റ്റേറ്റ്മെന്റിൽ വരിക. പൊതു അധികാരി ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാരികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭരണഘടനയ്ക്ക് കീഴിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ വിജ്ഞാപനം വഴിയോ വന്നിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും എന്ത് തന്നെയാണ്? ഈ ഒരു ഉത്തരത്തിൽ വിവരാവകാശ നിയമം നൽകാനുള്ള അധികാര സ്ഥാപനം തന്നെയാണ്. നമ്മളിപ്പോ ഏതൊരു സർക്കാർ ഓഫീസ് ആണെങ്കിലും അവർക്ക് എന്തുണ്ട്? അവർക്ക് അധികാരമുണ്ട്, വിവരങ്ങൾ നൽകാനുള്ള അധികാരങ്ങളുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാം പട്ടിക സെക്ഷൻ 24 പ്രകാരം അവിടെ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങൾ ഒഴികെ എല്ലാ സ്ഥാപനങ്ങൾക്കും എന്തുണ്ട്? അവരൊക്കെ എന്ത് തന്നെയാണ്? പൊതു അധികാരികളാണ്.
സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതോ ആയ സർക്കാരിതര സ്ഥാപനങ്ങളും പൊതു അധികാരി എന്ന നിർവചനത്തിൽ പെടുന്നുണ്ട്. സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ളത്, നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതായിട്ടുള്ള സർക്കാരിതര സ്ഥാപനങ്ങളും പൊതു അധികാരി എന്ന നിർവചനത്തിൽ പെടുന്നുണ്ട്. ഇനി വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. അപ്പൊ നമ്മള് ഇനി പറയുന്ന വകുപ്പ് 3 കുറിച്ചിട്ടാണ്. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഈ വിവരാവകാശ നിയമപ്രകാരം എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്? ഈ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചു, നമ്മുടെ ചാപ്റ്റർ 1 പറയുന്നത് എന്താണ്? പ്രിലിമിനറി ആണ്. അതുപോലെ തന്നെ അധ്യായം 2 പറയുന്നത് എന്താ? വിവരത്തിനുള്ള അവകാശവും നമ്മൾ പഠിച്ചു. ഇവിടെ ചാപ്റ്റർ 2 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ്. വിവരം അറിയാനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനും ഉണ്ട്, നൽകാനുള്ള അവകാശം സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. അപ്പൊ ചാപ്റ്റർ 1 പ്രിലിമിനറി എന്ന ഭാഗത്തിൽ പറയുന്നത് 2 വകുപ്പാണ്. വകുപ്പ് 1 വകുപ്പ് 2. അധ്യായം 2 പറയുന്നത് ചാപ്റ്റർ 3 മുതൽ 11 വരെയാണ്. അതിൽ ചാപ്റ്റർ ഇപ്പോ അധ്യായം 2 ഒരു മൊത്തത്തിലുള്ള ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒരു ചാപ്റ്ററിൽ പിന്നെ കുറെ സബ് ടോപ്പിക്കുകൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു അധ്യായം 2 കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അധ്യായം ചാപ്റ്റർ 2 കുറച്ച് സെഷൻസ് ഉണ്ട്. സെഷൻസ് 3 മുതൽ 11 വരെയാണ്. ആ 3 മുതൽ 11 വരെയുള്ള എല്ലാ വകുപ്പും നമുക്ക് പഠിക്കണ്ട, 3ഉം 4ഉം പഠിച്ചാൽ മതി. അപ്പോ ചാപ്റ്റർ 2 കീഴിലുള്ള സെഷൻ 3ഉം 4ഉം നമ്മൾ പഠിക്കണം. സെഷൻ 3 എന്താ പറയുന്നത്? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട്. അപ്പൊ ഈ നിയമത്തിൽ പറയുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ട്. അത് പറയുന്നത് എന്താണ്? വകുപ്പ് 3 ഈ ഒരു നിയമപ്രകാരം എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഈ വകുപ്പ് 4 പറയുന്നത് പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 4. പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെ പറ്റി പറയുന്ന വകുപ്പാണ് 4. അപ്പൊ നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 2 ഡെഫിനേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വകുപ്പ് 3ഉം വകുപ്പ് 4ഉം കിട്ടി. വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ചാപ്റ്റർ 2 പറയാം. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. വിവരത്തിനുള്ള അവകാശം വകുപ്പ് 3, പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകൾ വകുപ്പ് 4. ഉത്തരവാദിത്തം അല്ലേ? ഉത്തരവാദിത്തം പറഞ്ഞ കടമകൾ. വകുപ്പ് 3 എന്താ പറയുന്നത്? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശ നിയമം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പാണ് വകുപ്പ് 3. എന്ന് വെച്ചാൽ ഏതൊരു ഇന്ത്യൻ പൗരനും വിവരാവകാശ നിയമം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പൊതുഅധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തത്തെ പറ്റി പറയുന്നതാണ് എന്ത്? വകുപ്പ് 4. പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 4. അപ്പൊ ചാപ്റ്റർ 2 കീഴിലുള്ള 2 വകുപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 2 സെഷൻ 3 മുതൽ 11 വരെ ഉണ്ട്. അതിൽ നമുക്ക് 3ഉം 4ഉം മാത്രം പഠിച്ചാൽ മതി. അപ്പൊ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ചാപ്റ്റർ 2 പറയുന്നത് എന്താണ്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ്. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. വിവരത്തിനുള്ള അവകാശം വകുപ്പ് 3, പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകൾ വകുപ്പ് 4. ഓക്കെ, അപ്പൊ ഈ 2 വകുപ്പ് ക്ലിയർ ആണോ? ഹലോ, ഈ 2 വകുപ്പ് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ.
ഇനി പൊതുസ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ ഒന്ന് വായിച്ചു പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ. പൊതുസ്ഥാപനങ്ങൾ എല്ലാ രേഖകളും തരംതിരിച്ച് പട്ടികയുണ്ടാക്കി സൂക്ഷിക്കണം. യുക്തമായവ സൗകര്യങ്ങളുടെ ലഭ്യതയനുസരിച്ച് എത്രയും വേഗം കമ്പ്യൂട്ടർവൽക്കരിക്കണം. സ്ഥാപനത്തിന്റെ ചുമതലകൾ, ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ, നയകാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, ശമ്പള വിവരങ്ങൾ, ബജറ്റ് വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വമേധയാ പ്രസിദ്ധീകരിക്കണം. പൊതുജനത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നയകാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനുള്ള കാരണം അത് ബാധിക്കുന്ന ആളിനെ അറിയിക്കണം. സ്ഥാപനത്തിന്റെ എല്ലാ ഓഫീസുകളിലും വിവരാധികാരികളെ നിയമിക്കണം. അവർ വിവരാർത്ഥികൾക്ക് ആവശ്യമായ സഹായം നൽകണം. പൊതു വിവരാധികാരികൾ ആവശ്യപ്പെട്ടാൽ ഏതൊരു ഉദ്യോഗസ്ഥരും സഹായം നൽകണം. ഇനി പൊതു അധികാര സ്ഥാപനം സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങൾ. പൊതു അധികാര സ്ഥാപനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങളാണ് സെഷൻ 4(1)(b). നമ്മൾ പറഞ്ഞു സെഷൻ 4 എന്താ പറയുന്നത്? പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം. അതിൽ സെഷൻ 4(1)(b) പറയുന്നത് പൊതു അധികാര സ്ഥാപനം സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങൾ. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് വായിക്കേണ്ട കാര്യമുള്ളൂ. പൊതുസ്ഥാപനങ്ങളുടെ ഘടനയുടെയും ചുമതലയുടെയും കർത്തവ്യങ്ങളുടെയും വിവരങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും അധികാരങ്ങളും കർത്തവ്യങ്ങളും മേൽനോട്ടത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും ഉൾപ്പെടെ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, പൊതു അധികാരിയുടെ ചുമതലകൾ നിറവേറ്റുന്നതിനായി രൂപം നൽകിയ മാനദണ്ഡങ്ങൾ, പൊതു അധികാരിയുടെ ചുമതലകൾ നിറവേറ്റുന്നതിനായി അതിന്റെ ജീവനക്കാർ അവലംബിക്കുന്നതായ ചട്ടങ്ങളും റെഗുലേഷനുകളും നിർദ്ദേശങ്ങളും മാനുവലുകളും. ഈ വായിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമുക്ക് വായിച്ചു പോകേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ നിയമം വായിക്കുമ്പോൾ ഇന്നതാണ് ഒരു പൊതു അധികാര സ്ഥാപനം സ്വമേധയായി പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്ന ഡെഫിനേഷനിൽ എന്തൊക്കെ വരുന്നു മനസ്സിലാക്കിയാൽ മതി. കൈവശത്തിലുള്ളതോ നിയന്ത്രണത്തിന് കീഴിലുള്ളതോ ആയ പ്രമാണങ്ങളുടെ തരം തിരിച്ച സ്റ്റേറ്റ്മെന്റ്, ഓഫീസർമാരുടെയും ജീവനക്കാരുടെയും ഒരു ഡയറക്ടറി, നിർദ്ദിഷ്ട ചെലവുകളുടെയും ചെയ്തിട്ടുള്ള ചെലവുകളുടെയും റിപ്പോർട്ടും എല്ലാ പദ്ധതികളും വിശദാംശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ ഏജൻസിക്കും നീക്കിവെച്ചിട്ടുള്ള ബജറ്റ്, ധനസഹായ പരിപാടികളുടെ നടത്തിപ്പിന്റെ രീതി, അത്തരം പരിപാടികളുടെ ഗുണഭോക്താക്കളുടെ വിശദ വിവരങ്ങളും നീക്കിവെച്ചിട്ടുള്ള തുകകളും ഇലക്ട്രോണിക് രൂപത്തിലേക്ക് ആക്കിയതും അങ്ങനെ ആക്കാവുന്നതുമായ വിവരങ്ങളുടെ വിശദാംശങ്ങൾ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ പേരുകളും ഉദ്യോഗസ്ഥ പേരുകളും മറ്റ് വിശദാംശങ്ങളും, ഒരു പൊതു അധികാരി പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാന നയങ്ങൾ രൂപീകരിക്കുമ്പോഴും അല്ലെങ്കിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അതിന്റെ പ്രസക്തമായ വസ്തുതകൾ. ഇനി പ്രധാനപ്പെട്ടതാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനം. എന്താണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 5. എന്താണ് നമ്മളിപ്പോ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിവരം നൽകുന്നത് ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിവരം നൽകി കഴിഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് മറുപടി നൽകുന്നത് ഒന്നല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കും. അത് ഓരോ ഓഫീസിലും വ്യത്യസ്തമായിരിക്കും. ഒരു ഓഫീസിലുള്ള മേലാധികാരി ആയിരിക്കില്ലല്ലോ മറ്റ് വേറൊരു ഓഫീസിൽ വരിക. അപ്പൊ അത് വ്യത്യാസപ്പെട്ടു. പക്ഷെ അവർക്ക് നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, വിവരം നൽകുന്ന ഓഫീസർ, ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയാം. ഇവരുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷനാണ് 5. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ 2 വരുന്നത് തന്നെയാണ് സെക്ഷൻ 5. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പറയുന്ന സെഷനാണ് സെഷൻ 5. അപ്പൊ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷനാണ് സെഷൻ 5 പറയുന്നത്. നമ്മൾ ഇത് ഈ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിലുള്ള കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. പ്രധാനപ്പെട്ടത് എടുത്ത് പറയും. അതൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനം സെഷൻ 5 ആണ്. സെഷൻ 3 എന്താ പറയുന്നത്? വിവരത്തിനുള്ള അവകാശം, ഏതൊരു പൗരന് വിവരം അറിയുന്നതിനുള്ള അവകാശം സെഷൻ 3. സെഷൻ 4 പറയുന്നത് എന്താണ്? ഇനി വിവരം നൽകാനുള്ള പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകൾ. ചാപ്റ്റർ 2
സെഷൻ 3 പറയുന്നത് വിവരത്തിനുള്ള അവകാശവും സെഷൻ 4 പറയുന്നത് പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ PIO യുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷനാണ് സെഷൻ 5. ഇനി ഓരോ പൊതു അധികാര സ്ഥാപനവും ഈ ആക്ട് നിയമമാക്കി 100 ദിവസത്തിനകം ഈ ആക്ടിന് കീഴിൽ വിവരം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് വിവരം നൽകുന്നതിനായി അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ഭരണ വിഭാഗങ്ങളിലും ഓഫീസുകളിലും ആവശ്യമായ ഓഫീസർമാരെ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർമാരായി നിയമിക്കേണ്ടതാണ്. ഓരോ പൊതു അധികാര സ്ഥാപനവും ഈ ആക്ട് നിയമമായി 100 ദിവസത്തിനകം ഒരു ഉദ്യോഗസ്ഥനെ ഓരോ സബ് ഡിവിഷൻ തലത്തിലും അല്ലെങ്കിൽ ഉപജില്ലാ തലത്തിലും കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ നിയമിത കുറച്ച് ഡീറ്റെയിൽ ആണ് നിയമിക്കേണ്ടതാണ്. അതൊക്കെ നിയമത്തിൽ പറയുന്നതാണ്. ഇനി അടുത്ത് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയോ അപ്പീലോ ഒരു കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് നൽകുന്നതെങ്കിൽ മറുപടി ലഭിക്കാൻ കാലാവധി 5 ദിവസം കൂട്ടേണ്ടതാണ്. എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അപ്പൊ 5 ക്ലോസ് 2 പറയുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്ന വകുപ്പ് സെഷൻ 5 ആണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നമ്മൾ അഡീഷണൽ ആയിട്ട് 5 ദിവസം കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസമാണ് നമ്മളിപ്പോ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വിവരം ലഭിക്കേണ്ട ഒരു സമയപരിധി. പക്ഷെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 5 ദിവസം കൂടി കൊടുക്കും. അപ്പൊ 35 ദിവസം ആവില്ലേ? അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന സെഷനാണ് 5 ക്ലോസ് 2. സെഷൻ 5 5 ക്ലോസ് 2 ആണ് ഇതിൽ പഠിക്കേണ്ടത്. അപ്പൊ സെഷൻ 5 പറയുന്നത് എന്താ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പറയുന്ന സെഷനാണ് സെഷൻ 5. അതുപോലെ തന്നെ 5 ക്ലോസ് 2 പറയുന്നത് എന്താണ്? നമുക്ക് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമുക്ക് മറുപടി നൽകേണ്ടത്. ആ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? ഒരു 5 ദിവസം അഡീഷണൽ ആയിട്ട് നൽകണം. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? 5 ക്ലോസ് 2 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പറയുന്നത് സെഷൻ 5 5 ക്ലോസ് 2 പറയുന്നത് എന്താണ്? നമ്മൾ കാലാവധി 5 ദിവസം കൂട്ടി നൽകണം. ആരാണെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നും ജസ്റ്റ് ഒന്ന് വിവരാവകാശ നിയമത്തിൽ നമുക്ക് സാധാരണ ചോദിക്കുന്ന എന്ന് വെച്ചാൽ ഞാൻ വായിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്ലൈഡ് അല്ല, വേറെ സ്ലൈഡ് ആക്കിയിട്ട് ഇതേ വിവരാവകാശ നിയമം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്യട്ടെ. എടുത്തവരെ ക്ലിയർ അല്ലേ? സെക്ഷൻ 5 പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അധികാരത്തെ കുറിച്ചിട്ടാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 5 ക്ലോസ് 2 പറയുന്നത്. ഇനി ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും വിവരം ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടതും ന്യായമായ സഹായം നൽകേണ്ടതുമാണ്. ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അവരുടെ കർത്തവ്യങ്ങളുടെ ശരിയായ നിർവഹണത്തിന് ആവശ്യമെന്ന് കരുതുന്ന സഹായം ഏതൊരു ഉദ്യോഗസ്ഥനിൽ നിന്നും തേടാവുന്നതാണ്. അത് പറയുന്നത് എന്താണ്? ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അവരുടെ കർത്തവ്യങ്ങളുടെ ശരിയായ നിർവഹണത്തിന് ആവശ്യമെന്ന് കരുതുന്ന സഹായം ഏതൊരു ഉദ്യോഗസ്ഥനും എന്ന് വെച്ചാൽ വിവരം നൽകുന്ന ആളല്ലേ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അപ്പോ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. കൃത്യമായ വിവരങ്ങൾ ചിലപ്പോ എന്താണ് അപ്പൊ ഓരോ നമ്മളിപ്പോ ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഓരോ വിഭാഗത്തിന് ഓരോ എന്തുണ്ടാവും. അപ്പൊ ഇന്ന ഡ്യൂട്ടി ഇന്ന ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് കൊടുത്ത നിയമപ്രകാരം ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പൊ അവരോട് ചോദിച്ചിട്ട് വേണ്ടേ നമ്മൾ കൃത്യമായ വിവരം നൽകാൻ വേണ്ടിയിട്ട്. അപ്പൊ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അവരുടെ കർത്തവ്യങ്ങൾക്കും എന്ത് ചെയ്യണം? മറ്റു ഉദ്യോഗസ്ഥരെ സഹായിക്കണം. മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്ന് തേടാവുന്ന സഹായത്തെ കുറിച്ച് പറയുന്നതാണ്
5 ക്ലോസ് 4 പറയുന്നത്. അപ്പൊ നമ്മൾ 5 പറഞ്ഞത് എന്താ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനം. 5 ക്ലോസ് 2 പറയുന്നത് എന്താണ്? നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ ഒരു 5 ദിവസം അഡീഷണൽ ആയിട്ട് നൽകണം. ഇനി നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നത്, വിവരം നൽകുന്നത്, വിവരത്തിനുള്ള മറുപടി നൽകുന്നത്? അല്ല. ആരാണ്? അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥരെ സഹായം നൽകുന്ന, സഹായിക്കണം എന്ന് പറയുന്ന, സഹായം ചോദിക്കാമെന്ന് പറയുന്ന വകുപ്പാണ് 5 ക്ലോസ് 4. പ്രസ്തുത ഉദ്യോഗസ്ഥൻ സഹായം ആവശ്യപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എല്ലാ സഹായവും നൽകണം. ഇത്തരത്തിൽ എന്ത് ചെയ്യണം? ഏതൊരു ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എല്ലാ സഹായവും നൽകേണ്ടതാണ്. ഇനി അത്തരത്തിലുള്ള സഹായം നൽകാത്ത ഉദ്യോഗസ്ഥരെ നിയമത്തിലെ വ്യവസ്ഥകളുടെ, നമ്മൾ പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ ചാപ്റ്റർ 5 പറയുന്നത് കുറച്ച് പിഴകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അതുപോലെ അത്തരത്തിലുള്ള സഹായം നൽകാത്ത ഉദ്യോഗസ്ഥരെ നിയമത്തിലെ വ്യവസ്ഥകളുടെ ലംഘനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി കണക്കാക്കി ശിക്ഷിക്കുവാൻ വിവരാവകാശ കമ്മീഷൻ എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സെഷൻസ് ആണ് പഠിച്ചത് അല്ലേ? അപ്പോ നമ്മൾ പഠിച്ചു നമ്മുടെ വിവരാവകാശ നിയമത്തില് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഒരു 6 ചാപ്റ്റർ നമ്മളിപ്പോ അധ്യായം 2 വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ രണ്ടും കംപ്ലീറ്റ് ആക്കണം. അധ്യായം 2 അധ്യായം 1 പറയുന്നത് എന്താണ്? പ്രിലിമിനറി കാര്യം, വിവരാവകാശ നിയമത്തിന്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ചാപ്റ്റർ 2 പറയുന്നത്. നമ്മൾ ചാപ്റ്റർ 2 വരുമ്പോ അതിലെ വകുപ്പ് 3 മുതൽ 11 വരെ ഉണ്ട്. അതില് എന്താണ് മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? ചാപ്റ്റർ 2 പറയുന്നത് വിവരാവകാശം എന്താണ്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളും. വിവരത്തിനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനുണ്ട്. പൊതു അധികാര സ്ഥാപനങ്ങൾക്ക് കൃത്യമായി വിവരം നൽകുന്നതിനുള്ള അധികാരം അല്ലെങ്കിൽ ഉത്തരവാദിത്തം, കടമ അവർക്കുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ പറയുന്നതാണ്. നമ്മളൊരു ചാപ്റ്ററിന്റെ പേര് കൊടുത്തതാണ് എന്ത്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളും. ഇനി നമുക്ക് അതിന്റെ കീഴിൽ 3 മുതൽ 11 വരെ സെഷൻസ് ഉണ്ട്. അതിൽ വകുപ്പ് 3 പറയുന്നത് എന്താ? ഏതൊരു പൗരനും വിവരത്തിനുള്ള അവകാശമുണ്ട്, വകുപ്പ് 3 പ്രകാരം. വകുപ്പ് 4 ആണെങ്കിലോ പൊതു അധികാര സ്ഥാപനങ്ങളിലെ ഉത്തരവാദിത്തം. ഏതാ? വകുപ്പ് 4 പ്രകാരം. ഇനി 5 പറയുന്നത് എന്താ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിർവചനത്തെ കുറിച്ച് പറയുന്നതാണ് സെഷൻ 5. ഇനി 5 ക്ലോസ് 2 പറയുന്നത് എന്താന്ന് വെച്ചാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് മറുപടി നൽകുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 5 ദിവസം കൂടി നൽകണം. 5 ക്ലോസ് 4 പറയുന്നത് എന്താ? ഇത്തരത്തില് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു എന്താണ് കൃത്യമായിട്ടുള്ള വിവരം മറുപടി നൽകണമെങ്കിൽ, ഒരു അപേക്ഷയ്ക്ക് മറുപടി നൽകണമെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മറ്റുദ്യോഗസ്ഥർ അദ്ദേഹത്തെ സഹായിക്കണം. അപ്പൊ എന്താണ് സഹായിക്കണം എന്നുള്ള ഡ്യൂട്ടി എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. അതുപോലെ തന്നെ സഹായം ചോദിക്കാം എന്ന അവകാശം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും ഉണ്ട്. ഇത്തരത്തിൽ വിവരങ്ങൾ കൃത്യമായി നൽകാത്ത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് എന്തുണ്ട്? അവരെ ശിക്ഷിക്കാനുള്ള അവകാശം വിവരാവകാശ കമ്മീഷനും അത്തരത്തിലുള്ള അവകാശം ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. സെഷൻ 6, വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ. നമ്മൾ വിവരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിവരം കൊടുക്കുന്ന ആ ഒരു ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പറയുന്ന സെഷനാണ് സെഷൻ 6. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷൻ ആണ് സെഷൻ 6. അപേക്ഷ എഴുതി സമർപ്പിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ അപേക്ഷ എഴുതി തയ്യാറാക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകേണ്ടതാണ്. അപ്പൊ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷൻ 6. അപേക്ഷ എഴുതി സമർപ്പിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ അപേക്ഷ എഴുതി തയ്യാറാക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകേണ്ടതാണ്. അപ്പൊ അപേക്ഷ എഴുതി സമർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈ ഒരു അപേക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ആര് നൽകണം? കേന്ദ്ര ഓർ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകണം. അപ്പൊ അപേക്ഷ എഴുതി സമർപ്പിക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും വരാം. എന്ത് ചെയ്യാം? നമുക്കിപ്പോ ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷില്, ഹിന്ദിയില്, അല്ലെങ്കിൽ ഇപ്പോ
ഏതൊരു സ്ഥലമാണോ അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കാം. ഈ അപേക്ഷ കൊടുക്കാൻ പറ്റാത്ത നിരക്ഷരരായ ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭമാണെങ്കിൽ എന്ത് ചെയ്യാം, അപേക്ഷ എഴുതി തയ്യാറാക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും ആര് നൽകണം? കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകേണ്ടതാണ്. ഇനി വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അയാളെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായ വിവരമോ ആവശ്യപ്പെടുന്നതിന്റെ കാരണമോ വ്യക്തിപരമായ മറ്റു വിവരങ്ങളോ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 6 ക്ലോസ് 2. എന്താ പറഞ്ഞത്? വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അയാളെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായ വിവരമോ ആവശ്യപ്പെടുന്നതിന്റെ കാരണമോ വ്യക്തിപരമായ മറ്റു വിവരങ്ങളോ ആവശ്യപ്പെടാൻ പാടുന്നില്ല. എന്ന് വെച്ചപ്പോ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇത് നൽകാം എന്ന് വെച്ചാൽ തിരിച്ച് നമ്മൾ മറുപടി നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതലായിട്ട് അയാളുടെ വ്യക്തിപരമായ വിവരങ്ങളോ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല, ചോദിക്കാനൊന്നും പാടില്ല. അങ്ങനെ പറയുന്ന വകുപ്പാണ് 6 ക്ലോസ് 2 പറയുന്നത്. അപ്പൊ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പറയുന്നത് സെഷൻ 6 സെഷൻ 6 ക്ലോസ് 2 പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള എന്താണ്, ആ ഒരു വ്യക്തിയോട് വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അയാളെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായ വിവരമോ ആവശ്യപ്പെടുന്നതിന്റെ കാരണം ഒന്നും എന്ത് പാടില്ല, ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നതാണ് 6 ക്ലോസ് 2 പറയുന്നത്. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ലിഖിതമായി നമുക്ക് എന്ത് പറയാം, ഞാൻ പറഞ്ഞു ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ എന്താണ് പ്രാദേശിക ഭാഷയിലോ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാം. ആർക്കൊക്കെ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാം അല്ലെ. ഇനി വിവരത്തിനായി ഒരു പൊതു അധികാര സ്ഥാപനത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളിടത്ത് വിവരവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊരു അധികാര സ്ഥാപനത്തിന്റെ കൈവശമുള്ളതാണെങ്കിൽ അത്തരം അപേക്ഷ നൽകപ്പെട്ടിട്ടുള്ള പൊതു അധികാര സ്ഥാപനം ആ അപേക്ഷയോ മറ്റു ഭാഗമോ ആ അധികാര സ്ഥാപനത്തിന് കൈമാറേണ്ടതും അത്തരം കൈമാറ്റം സംബന്ധിച്ച വിവരം ഉടൻ തന്നെ അപേക്ഷ അറിയിക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കണ്ണൂർ KSRTC കുറിച്ചുള്ള വിവരം നമുക്ക് എന്ത് ചെയ്യാം, കോഴിക്കോട് KSRTC കൊടുത്തു കഴിഞ്ഞാൽ ആ വിവരം അവരെന്ത് ചെയ്യും, നമ്മളിപ്പോ കണ്ണൂർ KSRTC കുറിച്ചുള്ള വിവരം നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കോഴിക്കോട് KSRTC നമ്മൾ നിയർ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു, അവിടെ അപേക്ഷ കൊടുത്തു. നമുക്ക് കോഴിക്കോട് KSRTC വിവരമല്ല അറിയേണ്ടത്, കണ്ണൂർ KSRTC വിവരമാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് KSRTC നിന്ന് എന്ത് ചെയ്യും, കണ്ണൂർ KSRTC ഈ വിവരം നൽകുകയും ചെയ്യും. എന്ത് ചെയ്യും, നമുക്ക് വിവരം വേണ്ടത് കണ്ണൂർ KSRTC എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിവരം കോഴിക്കോട് KSRTC എന്ത് ചെയ്യും, കണ്ണൂർ KSRTC അറിയിക്കും. അപ്പൊ അത്തരത്തിൽ വിവരം കൈമാറിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യും, ഈ അപേക്ഷ നൽകിയ വ്യക്തിയെയും അറിയിക്കും എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ. അപേക്ഷയുടെ ഈ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് പരമാവധി 5 ദിവസം വേണം. നമുക്ക് നിയർ ആയിട്ട് കോഴിക്കോട് KSRTC ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആ ഒരു അപേക്ഷ നമുക്ക് എന്ത് ചെയ്യണം, കണ്ണൂർ KSRTC കൈമാറി. നമുക്ക് വേണ്ടത് എവിടത്തെ വിവരമാണ്, കണ്ണൂർ KSRTC വിവരമാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ദിവസം എക്സ്ട്രാ കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ കൈമാറ്റം ചെയ്തു എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്തത് എവിടെയാണ്, കോഴിക്കോട് KSRTC. അപ്പൊ അവർ തിരിച്ച് ഈ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം, അപേക്ഷകനെ അറിയിക്കണം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് അപേക്ഷാ ഫീസും ചെലവുകളും. അപ്പൊ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരും ഇല്ലേ ഇതില്? ഗൂഗിൾ മീറ്റില് ക്ലിയർ അല്ലേ? അപ്പോ ഒരു എന്താണ്, നമുക്ക് ഈ അപേക്ഷ നൽകേണ്ട ഫീസിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അപേക്ഷ ഫീസും ചെലവും. വിവരാവകാശ നിയമപ്രകാരം നമുക്കിപ്പോ ഒരു അപേക്ഷ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഫീസ് ഉണ്ട്, അപേക്ഷ ഫീസ് കൊടുക്കുന്നുണ്ട്. അതാണ് 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായുള്ള അപേക്ഷ ഫീസാണ് 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം നമ്മളിപ്പോ ഒരു അപേക്ഷ കൊടുക്കപ്പോ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ എന്തെങ്കിലും വിവരങ്ങൾ കണ്ണൂർ KSRTC കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്താണ്
അങ്ങനെ നേരിട്ട് വിവരം കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഫ്രീ ആയിട്ടല്ല. ഇത്ര 10 രൂപയുടെ ഫീസ് നമുക്ക് എത്രയാണ്? 10 രൂപ കൊടുക്കണം. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ 10 രൂപ ട്രഷറിയിൽ ഒടുക്കിയതിന്റെ അസൽ ചലാനോ 10 രൂപ നേരിട്ട് ഒടുക്കിയതിന്റെ റെസീറ്റോ. 10 രൂപയാണ് ഫീസ്. അപ്പൊ അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആയിട്ടാവാം, ട്രഷറിയിൽ ചലാനായിട്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്കേഴ്സ് ചെക്കോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിൽ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. നമ്മൾ അപേക്ഷ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് ഈ അപേക്ഷയുടെ കൂടെ നമ്മൾ ഇത് ഹാജരാക്കണം. എന്ത്? 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ ട്രഷറിയിൽ ഒടുക്കിയതിന്റെ അസൽ ചലാനോ, 10 രൂപ നേരിട്ട് ഒടുക്കിയതിന്റെ റെസീറ്റോ, 10 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, എന്തെങ്കിലുമൊക്കെ ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. 10 രൂപയുടെ അപേക്ഷ ഫീസ് നമ്മൾ നൽകി എന്നത് ആ അപേക്ഷയുടെ ഒപ്പം ഹാജരാക്കേണ്ടതാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റ് സർക്കാരിതര സ്ഥാപനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും നേരിട്ട് പണമായോ DD ഓർ ബാങ്കേഴ്സ് ചെക്ക് എന്നിങ്ങനെയോ മാത്രമേ അപേക്ഷാ ഫീസ് സ്വീകരിക്കുകയുള്ളൂ. കോർട്ട് ഫീസ് സ്റ്റാമ്പ്, ട്രഷറി ചലാൻ എന്നിവ ഈ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല. അപ്പൊ ചില ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ ട്രഷറി ചലനമൊന്നും അലൗഡ് അല്ല. ബാക്കി എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്കേഴ്സ് ചെക്കോ ഒക്കെ ആവശ്യമാണ്. സ്പെസിഫൈ ചെയ്ത് പറയും ചില സ്ഥാപനങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റ് സർക്കാരിതര സ്ഥാപനങ്ങളിലും കേസാണ് പറയുന്നത്. ഈ ദാരിദ്ര്യ രേഖയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള BPL വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ചു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫീസ് എത്രയുണ്ടാവുക, അല്ലെങ്കിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് അല്ലെങ്കിൽ ട്രഷറിയിൽ ചലാൻ കൊടുക്കുന്നത്, ഇനി അതും അല്ലെങ്കിൽ ബാങ്കേഴ്സ് ചെക്കോ DD അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ റെസീറ്റ് ഒക്കെ ആയിട്ട് 10 രൂപ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ബിലോ പോവർട്ടി ലൈൻ BPL വിഭാഗക്കാർക്ക് എന്തില്ല? ഫീസ് ഇല്ല. അവരെ ഈ ഒരു വിവരങ്ങൾ നൽകുമ്പോൾ ഈടാക്കേണ്ട ചെലവിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി മറ്റേതെങ്കിലും നിയമപ്രകാരമോ സർക്കാർ വിജ്ഞാപനം അനുസരിച്ചോ ഏതെങ്കിലും വിവരം നൽകുന്നതിന് ഒരു ഫീസ് അല്ലെങ്കിൽ വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെലവ് അപേക്ഷകൻ വഹിക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ എന്തുണ്ട്? നമ്മളിപ്പോ എന്തൊരു അപേക്ഷയ്ക്ക് കൊടുക്കുകയാണെങ്കിലും അത്തരത്തിൽ എന്തൊരു ഫീസ് ഉണ്ട്. ഈ ഫീസ് കൊടുക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ ഒഴിവാക്കിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മാത്രമേ നമ്മൾ എടുത്തു പറയുന്നുള്ളൂ BPL വിഭാഗക്കാരെ ഒഴിവാക്കിയിട്ടുള്ള കാര്യം. ഇനി മറ്റു കാര്യങ്ങൾ, ഒരുപാട് നമുക്ക് എന്തുണ്ട്, ഒരുപാട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ബർത്ത് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും, എല്ലാ സർക്കാർ സേവനങ്ങളിൽ നിന്നും BPL വിഭാഗക്കാർക്ക് ദാരിദ്ര്യക്ക് താഴെയുള്ളവരെ ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ വിവരാവകാശ നിയമപ്രകാരം എന്താണ് പറയുന്നത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് എന്തില്ല? ഫീസ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി വിവിധ ഫീസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ വിവിധ ഫീസുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 2 കേസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ നിലവിൽ ഇത്തരത്തിലല്ല ഫീസ്. അപ്പോ വളരെ ശ്രദ്ധിക്കണം. വിവിധ ഫീസുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ 2 കേസും പഠിക്കണം. നമുക്ക് ചിലപ്പോൾ 2 ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വായിക്കുന്ന ഫീസുകളൊക്കെ ഇപ്പൊ പുതുക്കിയ ഫീസ് മാറിയിട്ടുണ്ട്, ഫീസ് കൂടിയിട്ടുണ്ട്. അപ്പോ A4 or A3 പേജിൽ നമുക്ക് വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വിവരം വളരെ നീറ്റ് ആയിട്ട് A4 or A3 പേജിൽ ലഭിക്കണം. അപ്പൊ പണ്ടായിരുന്നെങ്കിൽ പേജ് 1 2 രൂപയായിരുന്നു. പണ്ട്, എപ്പോഴല്ല. ഇപ്പോ വിവരാവകാശ നിയമം 2 രൂപയല്ല. ഈ A4 or A3 പേജിൽ വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ A4 or A3 പേജിൽ പേജ് 1 2 രൂപ. ഓക്കെ, വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നിലവിൽ ചോദിച്ചാൽ 3 രൂപയാണ്. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാകാൻ പേജിന് 3 രൂപയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിലും പെൻ ഉപയോഗിച്ചിട്ട് എന്താണ് കളർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോ ഇതിൽ നോക്കുക. A4 A3 പേജില് വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ്? മുൻപായിരുന്നെങ്കിൽ 2 രൂപയാണ്. നിലവിൽ വളരെ ഇമ്പോർട്ടന്റ് 3 രൂപയാണ്. ഇനി വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് ചെലവാകുന്ന, അപ്പൊ അതിനെത്രയാണ് ചെലവാകുന്ന തുക? അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെടുമല്ലോ. വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ അതിനെത്രയാണോ ചെലവാകുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുക? അടയ്ക്കണം. ഇനി ഡിസ്ക് അഥവാ ഫ്ലോപ്പി
ഫ്ലോപ്പി ഡിസ്ക് എന്നിവയിൽ വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക് 1-ന് 50 രൂപ നൽകണം കേട്ടോ. ഡിസ്ക് അഥവാ ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ ഡിസ്ക് 1-ന് 50 രൂപ. ഇത് പണ്ടായിരുന്നു 50 രൂപ. നിലവിൽ എത്ര രൂപയാണ്? 75 രൂപ. ഞാൻ ഈ സൂം ചെയ്ത് കാണാനില്ലേ, 75 രൂപ. മുമ്പായിരുന്നെങ്കിൽ 50 രൂപയായിരുന്നു. അപ്പൊ A4 ഓർ A3 സൈസിൽ നമുക്ക് വിവരം ലഭിക്കാൻ പണ്ട് 2 രൂപയായിരുന്നു, ഇപ്പൊ 3 രൂപയാണ്. ഇനി ഡിസ്ക് അഥവാ ഫ്ലോപ്പിയില് വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് മുൻപ് 50 രൂപയായിരുന്നു, ഇപ്പൊ നിലവിൽ 75 രൂപയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർക്കാർ ഓഫീസിൽ പോയിട്ട് നേരിട്ട് പരിശോധിക്കാനുള്ളതുണ്ട്. അപ്പൊ വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യം 1 മണിക്കൂർ ഫ്രീ ആണ്, സൗജന്യമാണ്. തുടർന്ന് ഓരോ അരമണിക്കൂറിനും അല്ലെങ്കിൽ 30 മിനിറ്റിനും 10 രൂപ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം, ഇങ്ങനെ വരിക, എക്സാമിന് ഇങ്ങനെ വരിക, 1 മണിക്കൂറിന് 20 രൂപ എന്ന് വെച്ചാൽ അരമണിക്കൂറിന് 10 രൂപ. ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി. തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതം. അതും മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യം 1 മണിക്കൂറിന് സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപയാണ്. അപ്പൊ എന്താണ്, A4 ഓർ A3 സൈസ് ആണെങ്കിൽ മുന്നേ 2 രൂപയായിരുന്നു, ഇപ്പൊ എത്ര രൂപയാണ്? 3 രൂപയാണ്. ഇനി ഡിസ്ക് ഓർ ഫ്ലോപ്പി ഡിസ്കിലാണ് നമുക്ക് വിവരം വേണ്ടതെങ്കിൽ ഡിസ്ക് 1-ന് എത്ര രൂപയായിരുന്നു? പണ്ട് 50 രൂപയായിരുന്നു. ഇപ്പൊ എത്ര രൂപയാണ്? 75 രൂപയാണ്. ഇനി വിവരം നേരിട്ട് ലഭിക്കാൻ വേണ്ടി ആദ്യം 1 മണിക്കൂർ സൗജന്യവും ഇനി തുടർന്നുള്ള ഓരോ 30 മിനിറ്റും 10 രൂപ വീതമാണ് ഫീസ് വരുന്നത്. അപ്പോ എടുത്ത വരെ ക്ലിയർ അല്ലേ? നമ്മൾ ഫീസ് വരെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എടുത്ത വരെ ക്ലിയർ അല്ലേ? അല്ലേ, ക്ലിയർ അല്ലേ? കമന്റ് ബോക്സിൽ പറയാ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? 6:30 വരെ ആണോ? 6 o'clock വരെ അല്ലേ? 6:30 വരെ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം അതിനനുസരിച്ച് ചെയ്യാം. കാരണം നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ലോഗ്സ് അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എടുത്ത വരെ ക്ലിയർ അല്ലേ എല്ലാവരും? ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ വിവരാവകാശ നിയമം നമുക്കറിയാം, നമുക്ക് വിവരം അറിയാനുള്ള അവകാശമുണ്ട്. നമ്മുടെ സർക്കാർ ഓഫീസുകൾക്ക് ആ വിവരം നൽകാനുള്ള അധികാരവും കടമയും അതുപോലെ തന്നെ അവരുടെ കർത്തവ്യമാണ് ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ വിവരങ്ങൾ അപേക്ഷ നൽകി കഴിഞ്ഞാൽ കൃത്യമായ മറുപടി നൽകുക എന്നുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞത് 2005 വിവരാവകാശ നിയമം കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻ അതിന്റെ കുറച്ച് പ്രത്യേകതകൾ, വിശേഷണങ്ങൾ, അതുപോലെ ആദ്യം വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം, അതുപോലെ 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം, അപേക്ഷ നൽകിയ വ്യക്തി, പറഞ്ഞിട്ട് കുറച്ച് നമുക്ക് സാധാരണ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് നമ്മുടെ വിവരാവകാശ നിയമത്തില് ആകെ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, 2 ഷെഡ്യൂള്, 2 പട്ടികകളുണ്ട്. നമ്മൾ നിയമങ്ങൾ, സുപ്രധാന നിയമങ്ങൾ പഠിക്കുമ്പോൾ സെഷൻസ് ആണ് പഠിക്കുക. ഭരണഘടനയിലെ ആർട്ടിക്കിൾ അനുച്ഛേദം പഠിക്കുമ്പോൾ നമ്മൾ നിയമങ്ങളുടെ സെഷൻസ് ആയിട്ടാണ് പഠിക്കുക. വകുപ്പ് 31 സെഷൻസ് ഉണ്ട്. അതുപോലെ 6 ചാപ്റ്റേഴ്സ്, 6 അധ്യായങ്ങളുണ്ട്, 2 പട്ടികകളാണ് നമ്മുടെ വിവരാവകാശ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2. ചാപ്റ്റർ 1 നമുക്ക് സെഷൻസ് പഠിക്കാനില്ല. ചാപ്റ്റർ 1 വിവരാവകാശ നിയമത്തിന്റെ ഡെഫിനേഷൻ ആണ്, പ്രിലിമിനറി, പ്രാരംഭികം മാത്രമേ പറയുന്നുള്ളൂ. ഇനി ചാപ്റ്റർ 2 ആണെങ്കിൽ അത് നമുക്ക് ഏതൊക്കെ പഠിക്കാനുണ്ട്? സെഷൻ 3 പഠിക്കാനുണ്ട്, സെഷൻ 4 പഠിക്കാനുണ്ട്, സെഷൻ 5 പഠിക്കാനുണ്ട്, സെഷൻ 5/2 പഠിക്കാനുണ്ട്, സെഷൻ 5/4 പഠിക്കാനുണ്ട്. പിന്നീട് നമ്മൾ വിവിധതരം ഫീസുകളാണ് പഠിച്ചത്. പിന്നെ 2005 വിവരാവകാശ നിയമം 2005 മെയ് 11 ലോകസഭ, മെയ് 12 രാജ്യസഭ, ജൂൺ 15 രാഷ്ട്രപതി,
ഒപ്പുവെച്ച് ജൂൺ 21 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. 2005 ഒക്ടോബർ 12 നമ്മുടെ നിയമം നിലവിൽ വന്നു. പിന്നെ നമ്മൾ ഫീസ് കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. എല്ലാവർക്കും ക്ലിയർ അല്ലേ എന്ന് എടുത്ത കാര്യങ്ങള്? കുറച്ച് കൂടുതൽ പേര് ജോയിൻ ചെയ്ത പോലെ തോന്നുന്നു അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.